സുഖല്ലേ? അപ്പോ ഹാപ്പി ന്യൂ ഇയർ. അന്ന് നമ്മളിട്ട തെയ്യത്തിന്റെ ബാക്കിയാണിത്. അതായത് ഡേ 3 മൂന്നാമത്തെ ദിവസം തൊട്ടും രാവിലെയും തെയ്യമുണ്ട്. അപ്പൊ ഞാനും എന്റെ അനിയത്തിയും വിചാരിച്ചു രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് നേരെ അങ്ങോട്ട് തെയ്യത്തിന്റെ അടുത്തേക്ക് പോവാം. ഈ അമ്പലം ഏതാന്ന് മനസ്സിലായവരൊന്ന് താഴെ കമന്റ് ചെയ്യണം. ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള അമ്പലമാണ്, ശിവക്ഷേത്രമാണ്. നമ്മൾ വലിയ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെ നിഴൽ കാണുന്നു ഞാൻ എന്റെ അനിയത്തി കാണിച്ചു കൊടുക്കാൻ. അല്ലെങ്കിലും വലിയ തിരക്കില്ലാത്ത സമയത്ത് ഇങ്ങനെ അമ്പലങ്ങളിൽ പോയിരിക്കാൻ എന്തോ സമാധാനം എന്ന് പറയാം. അവിടെ നിന്ന് കിട്ടുന്ന ഒരു വൈബ് വേറെ എവിടെയും കിട്ടില്ല. നിൽക്കുന്നു ഞങ്ങളുടെ അമ്പലത്തിലെ നന്ദികേശൻ. ഈ നിൽക്കുന്നുണ്ടിട്ട് പാവാന്ന് വിചാരിക്കണ്ട, ഒരിക്കൽ കയറുപൊട്ടി ചോടെല്ലാം ചെയ്തു. ശനിയാഴ്ച നമ്മൾ അമ്പലത്തിലൊരു പ്രത്യേകത ഉണ്ട്. അന്ന് അമ്പലത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ചായയും എന്തെങ്കിലും കടിയും നമുക്ക് തിന്നാൻ കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ പ്രാർത്ഥനയാണ്. എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കഴിഞ്ഞാൽ ലഘുഭക്ഷണം സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. 700 രൂപയാണ് ആവല്. അന്നത്തെ ലഘുഭക്ഷണം എന്റെ അനിയത്തിന്റെ പേരിലായിരുന്നു. ഒക്കെ കുസാറ്റ് കിട്ടിയാൽ നേർന്നതാണ് അച്ഛനും അമ്മയും. അവലും നല്ല ചുക്കാപ്പിയാണ് ഉണ്ടാവില്ല. നിങ്ങൾക്കും ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാട്ടാ. ക്ഷേത്ര കമ്മിറ്റിനോട് നേരത്തെ അറിയിച്ചാൽ അടുത്ത ശനിയാഴ്ച നിങ്ങളെ വകയായിരിക്കും ലഘുഭക്ഷണം. അങ്ങനെ അമ്പലത്തിലെല്ലാം പോയി കണ്ട കാക്കനോടും പൂച്ചനോടും വർത്താൻ പറഞ്ഞിട്ട് നമ്മൾ തെയ്യം കാണാൻ പോയി. കളരിക്കാലേക്ക് പോകുന്ന വഴിക്ക് ഒരു തറവാടുണ്ട്. ആ തറവാട്ടിൽ നമുക്കറിയുന്ന ഒരു അമ്മമ്മയുണ്ട്. അമ്മമ്മനെ കുറെ ആയി കണ്ടിട്ട്, അതുകൊണ്ട് അമ്മമ്മേനെ കണ്ട് വർത്താനം പറഞ്ഞു. അമ്മമ്മേന്റെ കൊച്ചുമോളും ഉണ്ടായിരുന്നു നമ്മളെപ്പുറം. ഇതേ പോകുന്നു നമ്മൾ തെയ്യം കാണാൻ. നമ്മളെ പോലെ വീട്ടിലങ്ങനെ പണിയെടുക്കാത്ത പിള്ളേരും അടുത്ത സംഘാടകരും പിന്നെ തെയ്യക്കാരും മാത്രമേ ആദ്യം ഉണ്ടായിട്ട്. കൊല്ലങ്ങളായിട്ട് കണ്ട തെയ്യങ്ങൾ തന്നെയാണ് കാണുന്നെങ്കിലും അത് ഓരോ വർഷം കാണുമ്പോഴും ഒരു സന്തോഷം. ഇത് കണ്ണൂരായിരിക്കും എല്ലാവർക്കും ഒരു സ്വഭാവമാണ് കേട്ടോ. ആദ്യം ഉണ്ടായത് വെല്ലിമുടി തെയ്യാന്ന്. ഇത് വെല്ലിമുടി തെയ്യത്തിന്റെ മുടിയാണ്. ഈ എഴുന്നള്ളുന്നതാണ് വെല്ലിമുടി തെയ്യം അഥവാ വെള്ളാർങ്ങര ഭഗവതി. ചില സ്ഥലങ്ങളിൽ ഞാൻ ഇതിനേക്കാളും വലിയ മുടി കണ്ടിട്ടുണ്ട്. ഓരോ തെയ്യങ്ങൾക്കും അവരുടേതായ കഥകളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. കേൾക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. തെയ്യം തന്നെ എന്റെ ഫോട്ടോ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണും. ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും കൊണ്ട് തെയ്യങ്ങൾ പൊറുതി മുട്ടുന്നു എന്ന് ന്യൂസ് പരക്കുന്ന ഈ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് സമാധാനപരമായിട്ടാണ് മുന്നോട്ട് പോയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എന്റെ ആദ്യത്തെ വ്ളോഗിലും ഇതേ കലാകാരനാണ് വിഷ്ണുമൂർത്തിന് കിട്ടിയത്. സന്തോഷേട്ടൻ. ഞാനെന്ന് പറഞ്ഞിട്ട് സന്ധ്യാനേരത്ത് ഉമ്മറപ്പടിയുന്ന ഹിരണ്യകശിപുവിനെ വധിക്കുന്ന ഭഗവാന്റെ ക്രോധത്തിനെ പറ്റിയിട്ട് ആ രംഗമാണ് ഈ രംഗം. ശരിക്കൊരു റൊമാൻസിഫിക്കേഷൻ മൂവ്മെന്റ് ആണ് ഇത്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് തന്നെ നിൽക്കും. ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം മെല്ലെ മെല്ലെ വരും. അറിയാലോ, ലേറ്റ് ആവുന്നാലും അതന്നെ. അപ്പൊ ശരി, ബൈ.